സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് സൌകര്യമൊരുക്കി മാതൃകയാവുകയാണ് കാസർഗോഡ് ബദിയടുക്ക നവജീവൻ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും. വിദ്യാർത്ഥികളുടെ വീടുകളിൽ സർവേ നടത്തി അവർക്കാവശ്യമുള്ള ഗൃഹോപകരണങ്ങളാണ് ഇവർ സൌജന്യമായി നൽകിയത്. ബദിയടുക്ക നവജീവൻ സ്കൂളിലെ 20 വിദ്യാർത്ഥികൾക്കാണ് അധ്യാപകരുടെയും PTA-യുടെയും സഹായത്തോടെ മേശയും കസേരയും എല്ലാം ലഭിച്ചത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയത് അധ്യാപകർ നേരിട്ട് വീടുകളിലെത്തിയാണ്. പഠിക്കാൻ മേശയും കസേരയും ഇല്ലാത്തവർക്ക് അത് വാങ്ങിയതിനൊപ്പം വൈദ്യുതി ഇല്ലാത്തവർക്ക് സോളാർ ലാമ്പുകളും നൽകി. സമീപത്ത് വൈദ്യുതി ലൈൻ ഉണ്ടായിട്ടും വീട് വൈദ്യുതീകരണത്തിന് പണമില്ലാത്തവർക്ക് സാമ്പത്തിക സഹായവും ഒരുക്കി. പണം പിരിച്ചതും PTA-യും അധ്യാപകരും തന്നെ. പദ്ധതിക്ക് വലിയ പിന്തുണ ലഭിച്ചതോടെ ഹൈസ്കൂളിലെ സാമ്പത്തിക ശേഷി കുറഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സഹായമൊരുക്കാനാണ് ഇവരുടെ തീരുമാനം. കുറച്ച് മാഷുമാർ മാസം 100 രൂപ പിരിക്കണമെന്ന് ഒരു 10-16 അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഈ പൈസയിൽ ഒരു പൈസ നമ്മൾ കമ്പൽസറി ആയിട്ട് 6 രൂപ എടുത്തിട്ടില്ല. ഇത് വോളണ്ടറി ആയിട്ട് കൊടുത്ത ഡൊണേഷൻ. മറ്റു വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് കുട്ടികൾക്ക് മാനസിക വിഷമം ഉണ്ടാക്കുമെന്നതിനാൽ ഇവ വീടുകളിൽ എത്തിക്കുകയാണ് ചെയ്തത്. സ്കൂളിൽ പ്രതീകാത്മകമായ ഉദ്ഘാടന പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തു. 1 ലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്കായി ചെലവായത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.